എങ്ങനെ അപകടം എങ്ങനെ ഉണ്ടായെന്നുള്ള അറിയാമോ? ഞങ്ങൾ ബസ്സിനിങ്ങ് വന്നപ്പം അവർ ഡ്രൈവർ അയ്യോ എന്നൊന്ന് വെക്കുന്ന കേട്ടു. പിന്നെ നോക്കുമ്പോൾ നേരെ കുത്തനെ പുഴയിലോട്ട് ബസ് മറിയുന്നതാണ് കാണുന്നത്. പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ എല്ലാവരും അയ്യോ ഓടി വായോ എന്ന് പറയുമ്പം ഞാനൊരു കമ്പി കഷ്ണത്തെ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. ഒക്കെ എല്ലാവരും ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ താഴോട്ട് പോവുക. അപ്പം ബ്ലഡൊക്കെ ഇങ്ങനെ ഒഴുകുക. അത് കണ്ട് എല്ലാവരും ഞങ്ങൾ ഓടി കാറിപ്പോൾ ആൾക്കാരെല്ലാം കൂടെ വന്ന് അവരെ പിടിച്ച് കയറ്റി. പിന്നെ ട്രെയിൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് വണ്ടി പൊക്കാനൊക്കെ പറ്റി. ട്രെയിൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ പണിയുന്നുണ്ടായിരുന്നല്ലോ, റോഡ് പണിയല്ലേ ഇപ്പം. അതുകൊണ്ട് അന്നേരം തന്നെ ബസ്സിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഫുള്ള് ഇരുന്നിട്ട് പിന്നെ 2 പേര് നിൽക്കാനും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അത്രയും പേരുണ്ടായിരുന്നു. ചേച്ചി ബസ്സിന് മുൻഭാഗത്തായിരുന്നു. ഇവിടെ ഏത് ഭാഗത്തായിട്ടായിരുന്നു? അടുക്കായിട്ടായിരുന്നേ. പക്ഷെ ഞാൻ സൈഡിലായിരുന്നേ. എൻ്റെ അടുത്തിരുന്ന ചേച്ചിയാണ് മരിച്ചത്. ഞങ്ങൾ ചേച്ചിനെ പരിചയമുണ്ടോ? ആ ചേച്ചി കണ്ടപ്പഞ്ചാലിലുള്ളതാണെന്നാണ് പറഞ്ഞത്. അപ്പം അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ആനിക്കാമ്പോലി വന്നിരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നത്. അത് 11:30 തൊട്ടാ ബസ് കാത്ത് നിന്നതാ ചേച്ചി. അന്നേരം കിട്ടാഞ്ഞിട്ടത് ഈ ബസ്സിൽ കയറി ഞങ്ങൾ 2 പേരും കൂടെ ആ ബസ്സിൽ കയറി ഒരു സീറ്റയിൽ ഇരുന്നതാണ്. ചേച്ചിയുടെ പേര് വല്ലതും അറിയാമോ? ആ ചേച്ചിയുടെ പേരെനിക്കറിയത്തില്ല. അതിൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വരുവാന്നാണ് പറഞ്ഞത്. എവിടേക്ക്? തിരുവമ്പാടിയാണോ? ആ, തിരുവമ്പാടി. ബസ്സിൽ എവിടെ കയറിയ? ബസ് ആനക്കാമ്പോലിയിൽ നിന്ന് കയറി. കണ്ടപ്പഞ്ചാലില്ല ചേച്ചിയുടെ വീട്, സ്വന്തം വീട്. ബസ് എടുത്തത് ആനക്കാമ്പോലിന്നാണോ? അല്ല, മുത്തപ്പുഴയെന്ന് വന്ന ബസ്. മുത്തപ്പുഴയിൽ തിരുവമ്പാടിക്ക് വന്ന ബസ്. മുത്തപ്പുഴയും തിരുവമ്പാടിക്ക് വന്ന ബസ്സാണ്. അപ്പോൾ അത് ആനക്കാമ്പോലിൽ നിന്ന് ഞങ്ങൾ കയറുന്നത്. ആ ചേച്ചിയും അവിടെ നിന്നാണ് കയറിയത്. ഇത് ബസ് എന്താ സംഭവിച്ചെന്ന് വല്ലതും മനസ്സിലായിരുന്നു? വേറെ സൈഡ് കൊടുത്തതാണോ? നിയന്ത്രണം വിട്ടാണോ? എതിരെ ഒരു വണ്ടി പോലും വന്നില്ല. അപ്പം ബ്രേക്ക് പോയതാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്. സ്ഥലം ഇറക്കോ വളവോ അങ്ങനെയുള്ള സ്ഥലമല്ലാണോ? ഒരു പുഴ തോടാണ്. ഇപ്പോൾ ഒരു സൈഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആകപ്പാട് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ സൈഡൊന്നും കൊടുത്തില്ല. ഇങ്ങനെ നേരെ വന്ന വരവിന് തന്നെ അങ്ങോട്ട് മറിയുമായിരുന്നു. നേരെ കലിങ്കലിടിച്ച് പുഴയിലോട്ട് വീണു. ഇടിച്ചൊന്നുമില്ല. നേരെ എനിക്ക് ഇടിച്ചതായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. നേരെ തലയും കുത്തനെ വണ്ടി താഴോട്ട് മറിയുന്നതേ കണ്ടുള്ളൂ. ചേച്ചി വെള്ളത്തിലോട്ട് വീണോ? അതോ? ഞാനിങ്ങനെ ഒരു കമ്പി കഷ്ണത്തിൽ ഒരു കഷ്ണം ഇങ്ങനെ വിട്ടുപോയി കമ്പിയെന്ന്, അത്തേന്ന്. അപ്പം ഞാൻ അത്തേൽ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് എൻ്റെ അടുത്തിരുന്ന ഒരു ചേച്ചി ഊർന്നു പോയി താഴോട്ട്. അപ്പം ഞാനിങ്ങനെ മാതാവേന്നും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്നെ ആരോണ്ട് എടുത്ത് ഒരു കുറ്റിക്കാട്ടിലേക്ക് കിടത്തുന്ന പോലെ അങ്ങനെ ചവിട്ടി അങ്ങ് കൊണ്ടുപോയി. ഞാൻ തന്നെ എങ്ങനെയോ ചവിട്ടി അപ്പുറത്തോട്ട് ചാടി. മരിച്ചെന്ന് പറഞ്ഞ ചേച്ചി ഏതാ? വിൻഡോ സൈഡിലാണോ ഇരുന്നത്? ഈ സൈഡിൽ. ഞാൻ മൂലക്കത്തെ ജനറൽ സൈഡിലായിരുന്നു. ജനറൽ സൈഡിൽ ഞാനായിരുന്നേ. ചേച്ചി അല്ലാത്ത ഇപ്പുറത്തെ സൈഡിലായിരുന്നേ. ആ ചേച്ചി അങ്ങോട്ട് മരിച്ചത്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ? അതോ? ഇല്ല, ചേച്ചി തന്നെയായിരുന്നു ഇരുന്നത്. ബസ്സിലെ യാത്രക്കാരായിട്ട്? ഇല്ല, ചെറിയ പിള്ളേരൊന്നും ഇല്ലായിരുന്നു. ഇല്ല, എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് കുറച്ച് പേരും പിന്നെ ചേട്ടന്മാരും ആയിരുന്നുള്ളത്. എത്ര മണിക്ക് അവിടെ നിന്ന് ബസ്സിൽ കയറിയത്? അത് 1:30 ആകാറായെന്ന് തോന്നുന്നു. ചെറിയ വണ്ടിയാണോ വലിയ വണ്ടിയാണോ? KSRTC ചെറിയ ബസ്സാണ്? ചെറിയ ബസ്സാണ്. എങ്ങനെ എവിടേക്ക് വേദനയാണോ കൈക്ക്? വേദന ഇവിടെ ഇടിച്ചു തന്നെ എനിക്ക് തോന്നുന്നു. ഒന്നും അറിയത്തില്ല, മരച്ചിരിക്കുമായിരുന്നു. ഇപ്പം ഈ ഒരത്തിനും ഇച്ചിരി വേദന വന്നിട്ടുണ്ട്, ഇവിടെ ഇച്ചിരി വേദന. അപ്പം എക്സ്റേ എടുത്ത് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇരിക്കുക. പെട്ടെന്ന് ആളുകളൊക്കെ ഓടിയെത്തിയായിരുന്നല്ലോ അവിടെ? ഓടിയെത്തി. അവരവിടെ പണിക്കാർ തന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. അന്നേരം പിന്നെ അവരെല്ലാം ഓടിയെത്തി. അവർ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഇങ്ങനെ രക്ഷിച്ചു. കുറേ പേരെ വെള്ളത്തിൽ കിടക്കുമായിരുന്നു. കുറേ പേര് ഒഴുകിപ്പോകാൻ മാത്രമുള്ള വെള്ളമില്ല. അന്നേരത്തേക്കിനും എല്ലാവരും കൂടെ ഓടി വന്നിട്ട് അവരെ പിടിച്ച് ഓരോരുത്തരെയും കയറ്റി. അങ്ങനെ ചേച്ചി ബസ്സിന്റെ കമ്പിയെ പിടിച്ചിട്ട് തൂങ്ങി കിടന്നു. ഞാനിങ്ങനെ തൂങ്ങി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നു. ഊർന്നു പോകേണ്ടതായിരുന്നു. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ ആരോ പിടിച്ച് കയറ്റുന്ന പോലെ എന്നെ കയറ്റി. അടുത്തിരുന്ന് ചേച്ചി വെള്ളത്തിലോട്ട് പോകണം. വെള്ളത്തിലേക്ക് ചേച്ചി ഇങ്ങനെ കുത്തനെ മറിഞ്ഞ് വെള്ളത്തിലേക്ക് പോയി. ചേച്ചി ഇപ്പം മരിച്ചെന്ന് പറഞ്ഞ് ചേച്ചി പോകുന്ന കാര്യം എനിക്ക് ഓർക്കാൻ വയ്യ. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞിരുന്നു.